ചങ്കുകളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഉല്ലാസ് പന്തളത്തിന്റെ ഒരു വിശേഷം ഞാൻ ഇന്നലെ കണ്ടു. അതിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്നത് ചികിത്സ മുടങ്ങിയിരിക്കുകയാണ്. അതുമാത്രവുമല്ല, ഒരുപാട് ലോണുകളുണ്ട്, ഇതൊന്നും അടക്കുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നത്തിൽ പെട്ട് ഇപ്പോൾ വളരെയധികം വിഷമത്തിലാണ് ഉല്ലാസ് പന്തളം എന്ന് പറയുന്ന മിമിക്രി ആർട്ടിസ്റ്റ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരൊക്കെ ഒന്ന് സഹായിച്ചിട്ട് അയാളെ എങ്ങനെയെങ്കിലും ഒന്ന് കരകയറ്റി വിടണം. ഏതായാലും ഉല്ലാസ് പന്തളത്തിൻ്റെ ആ ഒരു സംഭവം പറയുന്നതിന് മുമ്പേ കലാഭവൻ മണി എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനെ പറ്റി എനിക്ക് പറയാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സമയത്ത് നമുക്കൊക്കെ ഒരുപാട് കൂട്ടുകാരുണ്ടാകും. നമ്മളൊക്കെ വിചാരിക്കും അവർക്ക് വേണമെങ്കിൽ നമുക്ക് കരൾ വരെ പറിച്ചു തരുന്ന സുഹൃത്തുക്കളാണ്. അതായത് അതൊന്നും ആരും വിശ്വസിക്കണ്ട. കാരണം എന്താ വെച്ചാൽ, സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്തുള്ള സന്തോഷത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞ ഒരു രോഗിയായി കിടന്നു കഴിഞ്ഞാൽ വീട്ടുകാരും ഭാര്യയും സഹോദരനും ഇവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കലാമണി ഇതുപോലെ പാടിയിൽ പോയിട്ട് നല്ല രീതിയിൽ ആൾക്കാരെ സൽക്കരിക്കുന്നു, അവിടെ വെള്ളം വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുന്നു, വെള്ളം അടിക്കുന്നു, ഇങ്ങനെയുള്ളതൊക്കെ കണ്ടപ്പോഴേ ഒരു ഭാര്യ എന്ന നിലയിൽ നിമ്മിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരൻ രാമകൃഷ്ണനും ചില ബന്ധുക്കളും ഇവരെല്ലാവരും പറഞ്ഞിട്ടുണ്ടാകും, മണിയെ ഇത് ശരിയല്ല കേട്ടോ. അതായത് കൂട്ടുകാരൻ നീ ഇങ്ങനെ സൽക്കരിച്ചു കഴിഞ്ഞാൽ നിന്റെ എന്താ വെച്ചാൽ നീയും ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ വളരെ മോശമാണ് എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ അതായിരിക്കാം അവരായിരിക്കാം മണിയുടെ ഏറ്റവും വലിയ ശത്രു. കാരണം മണിയൊക്കെ വിചാരിക്കുന്നത് എന്തായിരിക്കും, ആ ഒരു സമയത്ത് ഈ കൂട്ടുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഹൃദയം പറിച്ചു തരും. ആ കൂട്ടുകാർ എന്തിനാണ് ഇവർ തെറ്റിക്കാൻ നടക്കുന്നത്? മണിയുടെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ കൂട്ടുകാർ ഇങ്ങനെ ഈച്ച പറ്റിയതുപോലെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ നിൽക്കത്തില്ല. നിങ്ങളൊരു പെഗ് പോലും ഒരുത്തിന് വാങ്ങിച്ചു കൊടുക്കാത്തവനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കൂട്ടുകാർ പോലും ഉണ്ടാവില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെയാണ് എനിക്ക് ഉല്ലാസ് പന്തളത്തോട് പറയാനുള്ളത്. അതായത് നിങ്ങളുടെ ആദ്യ ഭാര്യ ജീവനൊടുക്കിയതാണ്. അവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം എന്താണെന്ന് എനിക്കറിയില്ല. ഇനി മദ്യത്തിന്റെ പേരിലാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരിലാണോ? അന്ന് വന്ന വാർത്തകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് വരുന്നതിന് മുമ്പേ കേക്ക് മുറിച്ചു, അതിനെ ചൊല്ലിയുണ്ടായ തർക്കമായിരുന്നു എന്നാണ് നമ്മളൊക്കെ കേട്ടത്. പക്ഷെ അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ കഴിയില്ല. എന്തോ ഒരു വലിയ പ്രശ്നമുണ്ട്. ആ സ്ത്രീയെ, അതായത് ഒന്നിക്കിലെന്ന് പറഞ്ഞാൽ അവർക്ക് മാനസികപരമായിട്ടൊരു വലിയ വിഷമം ഉണ്ടാക്കുന്ന, ആരോടും തുറന്നു പറയാൻ കഴിയാത്ത എന്തോ ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ആ സ്ത്രീ ഉല്ലാസ് പന്തളത്തെ ഉപദേശിച്ചിട്ടുണ്ടാകും, ചേട്ടാ നിങ്ങൾ ഇതുപോലെ ഒന്നും ചെയ്യരുത്. അതായത് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യന്മാർ പോലും തിരിഞ്ഞു നോക്കത്തില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സമ്പാദിച്ചു വെക്കണം എന്ന് ചിലപ്പോൾ ഉപദേശിച്ചിട്ടുണ്ടാകാം. ആ ഉപദേശം ചിലപ്പോൾ നമ്മുടെ ഉല്ലാസ് പന്തളത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഉല്ലാസ് പന്തളം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ ആ വീട്ടിലൊരു പ്രശ്നം നടക്കുകയാണ്. പിന്നെ എല്ലാ ആണുങ്ങളെയും പോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഭാര്യ ഉണ്ടെങ്കിൽ നമ്മളെ സമാധാനത്തിന് കള്ളുകുടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഭാര്യ ഉണ്ടെങ്കിൽ കൂട്ടുകാരുടെ കൂടെ പോകാൻ പാടില്ല, ഭാര്യ ഉണ്ടെങ്കിൽ മറ്റേ ഇത് ചെയ്യാൻ വിടൂല എന്നൊക്കെ നമ്മുടെ മനസ്സിന് ഇങ്ങനെ ഇതാക്കിയിട്ട് പിന്നെ നമുക്കെല്ലാവർക്കും തന്നെ ഭാര്യമാർ ശത്രുവാണ്. എന്നാൽ എന്തെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മളെ എല്ലാം ചെയ്തു തരണമെങ്കിൽ ഈ ഭാര്യ തന്നെ വേണം. അല്ലാതെ ഏതെങ്കിലും കൂട്ടുകാരൻ വന്നിട്ട് നിങ്ങളുടെ കൂടെ ആശുപത്രി കിടക്കുമോ? ഏതെങ്കിലും കൂട്ടുകാരൻ വന്നിട്ട് കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് നിങ്ങൾക്ക് തരുമോ? ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫണ്ട് തന്നാൽ തന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടെന്ന് പറഞ്ഞാൽ ഒരാൾ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയൊന്നും തരൂല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വേണ്ടത് നമ്മുടെ കുടുംബക്കാർ തന്നെയാണ്. അതായത് ഭാര്യയും മക്കളും സഹോദരനും ഇവരൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കൂട്ടുകാർ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സമയത്തൊന്നും കൂട്ടുകാരെ പിന്നെ ചെങ്കില് ചോരിയാന്ന് ചെങ്ങായിയാന്നൊക്കെ പറയാ. അല്ലാതെ എന്ന് പറഞ്ഞാൽ പല ആളും പറയാ അയ്യോ എൻ്റെ കൂട്ടുകാരൻ എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ അപൂർവങ്ങൾ മാത്രമാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു പരിമിതിയുണ്ട്. ഇപ്പോഴും ഉല്ലാസ് പന്തളത്തിന് എന്ന് പറഞ്ഞാൽ ഒരുപാട് സുഹൃത്തുക്കളില്ലേ? എന്നിട്ടും എന്തുകൊണ്ടാണ് അയാളുടെ ചികിത്സ മുടങ്ങിയത്? പിന്നെ ഒരുപാട് സുഹൃത്തുക്കളുള്ള അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ തുകകൾ കൊടുത്തൂടെ? അവരൊക്കെ ആദ്യം കൊടുത്തിട്ടുണ്ടാകാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എപ്പോഴും കൊടുക്കാൻ കഴിയില്ലല്ലോ. അതാണ് എല്ലാവരും പറയുന്നൊരു ന്യായം. അതായത് എപ്പോഴും നമുക്കിങ്ങനെ പൈസ കൊടുക്കാൻ കഴിയില്ല. ഉല്ലാസിന് ആവശ്യ സമയത്ത് കൊടുത്തു എന്നുള്ളൊരു ന്യായം. എന്നിട്ടും അയാൾക്ക് ചികിത്സ തേടാൻ കഴിഞ്ഞിട്ടില്ല. അയാൾ തന്നെ പറയുന്നു ചികിത്സ നിർത്തേണ്ടി വന്നിട്ടുണ്ട്, കടങ്ങൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പോയിട്ടൊരു ഹോട്ടൽ തുടങ്ങി, അതിൻ്റെ ഗതി എന്താണെന്നറിയില്ല. അങ്ങനെ പല തരത്തിലെന്ന് പറഞ്ഞാൽ ഉല്ലാസ് പന്തളം എന്ന് പറയുന്ന ആ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് വളരെയധികം മോശമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരു കാര്യം പഠിക്കുക.
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം. ഇല്ലെങ്കിൽ ഇതുപോലൊരു പണി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും മുമ്പിൽ പോയിട്ട് കൈ നീട്ടിയിട്ട് കാര്യമില്ല, ഒരാൾ പോലും തരൂല. ഇന്നിപ്പോഴും ഉല്ലാസ് പന്തളത്തിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് അയാൾ മീഡിയേൻ്റെ മുന്നിൽ വന്നിട്ട് പറയുകയാണ്, അതായത് ചികിത്സക്ക് പൈസയില്ല, അതുപോലെ തന്നെ വളരെ കഷ്ടപ്പാടിലാണ് എന്ന് അയാൾ മീഡിയേൻ്റെ മുന്നിൽ വന്നിട്ട് പറയുകയാണ്. അപ്പോൾ അത്രയും ഗതികെട്ടിട്ടുണ്ടാവില്ലേ ആ മനുഷ്യൻ? അപ്പോൾ ഈ ഗതികേടിനൊക്കെ കാരണക്കാരനാരാണ്? ഉല്ലാസ് തന്നെയാണ്. ഉല്ലാസ് ചിലപ്പോൾ ആ സമയത്തെന്ന് പറഞ്ഞാൽ സമ്പാദിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കടങ്ങൾ എടുത്തിട്ട് ബില്ല് ഹോട്ടലും ആരുടെയെങ്കിലും വർത്താനം കേട്ടിട്ടുണ്ടാകും. അത് ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ബിസിനസ്സൊക്കെ പച്ച പിടിക്കണ്ടെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ നല്ല രീതിയിലുള്ള അധ്വാനം വേണം. അധ്വാനിച്ചിട്ടും കാര്യമില്ല. രാവിലെ ഞാൻ 4 മണിക്ക് പോയിട്ട് കട തുറക്കും, എൻ്റെ ബിസിനസ് പച്ച പിടിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആൾ കയറണം, എന്നാലും മാത്രമേ അവിടെ കച്ചവടം ഉണ്ടാവുള്ളൂ. അല്ലാതെ 4 സിനിമാ താരങ്ങൾ കയറി കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഉല്ലാസ് പന്തളത്തിന്റെ ഗതി ഒരാൾക്കും വരരുത്. എല്ലാവരും കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമ്പാദ്യം അത് സൂക്ഷിച്ചു വെക്കുക. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നാളെ ഇനി ഇല്ലാത്തവർക്ക് പിന്നെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ പൈസ വരുമ്പോഴാണ് കുറെ കൂട്ടുകാരെയും കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ കുടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ അങ്ങ് ജീവിക്കുവായിരുന്നു. എന്നിട്ട് പറയുമ്പോൾ ഇവന്മാരുടെ ഒരു ഓഞ്ഞ ഡയലോഗ് ഉണ്ട്, എന്തിനാടെ ഈ പൈസ സൂക്ഷിക്കുന്നത്, ഇന്ന് കഴിഞ്ഞ അത് മതിയടേ എന്ന് പറയാറുണ്ട്. മനസ്സിലായ? ഏറ്റവും വലിയ മണ്ടന്മാരാണ് അത് പറയുന്നത്. 2 അകത്തി എന്ന് കഴിഞ്ഞാൽ അത് പറയത്തുള്ളൂ. എന്നിട്ട് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കരളും മറ്റേതും പോയിട്ട് കിടക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഇവന്റെ ഭാര്യയും മക്കളും ചിലപ്പോൾ പൈസക്ക് വേണ്ടിയിട്ട് അലഞ്ഞു തിരികെയായിരിക്കും. അതായത് അപ്പോഴൊന്നും ഇവന്റെ തത്വമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഈ 2 അകത്തി എന്ന് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തത്വമാണ് നടന്നത്. എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കലും 100 ഉറുപ്പ്യ വരെ ഉണ്ടെങ്കിൽ അതും കൂടി കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു തരത്തിലുള്ള മദ്യം കിട്ടുമോ എന്ന് നോക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ. അവരൊന്നും സമ്പാദിക്കുന്നില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പല നടന്മാരുണ്ടായിരുന്നു, ഒരുപാട് വലിയ വലിയ എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമയിലും അഭിനയിച്ച ഒടുവിൽ ഉണ്ണികൃഷ്ണനെ പോലുള്ള നടന്മാരുണ്ടായിരുന്നു. അവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പിന്നീട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബാലങ്കേ നായർ മരിക്കുന്നതിന് മുമ്പ് മമ്മൂക്കെ പോയിട്ട് ഒരു 1 ലക്ഷം രൂപയെങ്ങാനും കൊടുത്ത്, അന്നത്തെ കാലത്ത് 1 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 10 ലക്ഷം കേട്ടോ, അങ്ങനെ കൊടുത്ത് സഹായിക്കുന്നത് നമ്മളൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ സിനിമാ താരങ്ങൾക്ക് പറ്റുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത്, എല്ലാത്തിലും നമ്മൾ എന്താ വെച്ചാൽ കുറച്ച് പുറകോട്ട് വെക്കുക. അതായത് ഒരിക്കലും തന്നെ ഫ്രണ്ട്സിനെയും കൊണ്ട് നടക്കണ്ട. ഇനിയിപ്പോഴും ഉല്ലാസ് പന്തളം അങ്ങനെ ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും അയാളുടെ പൈസ എവിടെ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പൊ കൊല്ലസുതി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ, അയാൾ സ്ഥിരമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി വിയിലുള്ള ആളല്ലേ, എന്നിട്ടും അയാളുടെ പൈസ എവിടെ? ഒരു ദിവസം 2000 ഉറുപ്പ്യ വെച്ച് കിട്ടിയാൽ തന്നെ മാസം 60,000 ഉറുപ്പ്യ ആയില്ലേ? 60,000 ഉറുപ്പ്യെല്ലാം വാങ്ങിച്ചിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരില്ലേ? എന്തിനധികം പറഞ്ഞു 30,000 ഉറുപ്പ്യം 15ഉം 20ഉം 25,000 വാങ്ങിച്ചിട്ട് ഇവിടെ മനുഷ്യന്മാരെ നല്ല രീതിയിൽ ജീവിക്കുന്നത്, അതുപോലെ തന്നെ വീട് വെക്കുന്ന, ഇങ്ങനെയൊക്കെ വെക്കുമ്പോഴേ സിനിമാ താരങ്ങള്, മിമിക്രി താരങ്ങള് അവർക്ക് എത്ര കിട്ടിക്കഴിഞ്ഞാലും ഒന്നുമില്ല എന്നുള്ള പല്ലവി മാത്രമേ ഉള്ളൂ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ധൂർത്ത് തന്നെയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ധൂർത്തടിക്കരുത്. അതുപോലെ ഈ കുടുംബങ്ങളെ നമ്മളെപ്പോഴും ചേർത്ത് നിർത്തുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഹൈപ്പ് ചെയ്തോട്ടാ. ബൈ ബൈ.